പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 23-ാമത് വചനം. ഇന്ന് ക്രൂശ് വെറും അലങ്കാര വസ്തുവായി അനേകർ അണിയുന്നു. ക്രൂശുമേന്തി മല കയറുന്നവർ ഉണ്ട്. ക്രൂശ് വഹിച്ച് നടന്നു നീങ്ങുന്നവരും അനേകരുണ്ട്. ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ക്രൂശ് ചുമക്കലല്ല. മനുഷ്യവർഗത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ നിർവഹണത്തിന് യേശു സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ക്രൂശിന്മേലുള്ള ഹീനമരണത്തിൻ്റെയും പാത തിരഞ്ഞെടുത്തു. പിതാവായ ദൈവം തന്നെ ഭരമേൽപ്പിച്ച ക്രൂശ് സന്തോഷത്തോടെ ഏറ്റുവാങ്ങി. സകലവും പൂർത്തീകരിച്ച് എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് ജീവനെ പിതാവിൻ്റെ പക്കൽ ഭരമേൽപ്പിച്ചു. ഈ ത്യാഗത്തിൻ്റെ, ഈ നിന്ദയുടെ, ഈ പരിഹാസത്തിൻ്റെ, ഈ വേദനയുടെ, ഈ ദുരിതാനുഭവങ്ങളുടെ ക്രൂശ് ആ സന്തോഷത്തോടെ വഹിക്കും അവർ കർത്താവിനെ അനുഗമിക്കുന്നവർ ആകും. ഓരോരുത്തരും ദൈവം നൽകിയിരിക്കുന്ന ക്രൂശുമെടുത്ത് കർത്താവിനെ അനുഗമിക്കണമെന്ന് 3 സമവീക്ഷണ സുവിശേഷങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അവ പ്രതിപാദിച്ചിരിക്കുന്നത് ലൂക്കോസ് 9:23, മർക്കോസ് 8:34, മത്തായി സുവിശേഷം 16-ാം അധ്യായം 24-ാമത് വചനം എന്നിവിടങ്ങളിൽ നമുക്ക് ഈ ഭാഗം കാണാൻ കഴിയും. തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവരാരും എനിക്ക് യോഗ്യനല്ല എന്ന മത്തായി 10:38 തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന ലൂക്കോസ് 14:27 കർത്താവ് നിഷ്കർഷിച്ചിരിക്കുന്നു. സകല മനുഷ്യരോടുമുള്ള കർത്താവിൻ്റെ ആഹ്വാനമാണിത്. കർത്താവ് തൻ്റെ രക്ഷാകരമായ പദ്ധതിയിലേക്ക് ഒരു വിവേചനവുമില്ലാതെ എല്ലാവരെയും ക്ഷണിക്കുന്നു. ആർക്കും ഈ ക്ഷണം സ്വീകരിക്കാം. ഈ വിളി ചഞ്ചല ഹൃദയത്തോടും ഇരുമനസ്സോടെയും സ്ഥിരീകരിക്കരുത്. ഇതിന് 3 ദൃഷ്ടാന്തം യേശു ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ അതിൻ്റെ 57 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിനെ അനുഗമിക്കുന്നവൻ പരിപൂർണ മനസ്സോടെ കർത്താവിനെ അനുഗമിക്കണം. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത് വചനം. കർത്താവിനെ അനുഗമിക്കുന്നവൻ തന്നെത്താൻ ത്യജിക്കണം. അതായത് സ്വന്തം ഭൗതിക മോഹങ്ങളെ ത്യജിക്കണം. മറ്റുള്ളവരുടെ പ്രശംസ, മറ്റുള്ളവരാൽ ആദരിക്കപ്പെടണമെന്ന വാഞ്ച, ചുരുക്കത്തിൽ ഞാൻ ഉയരണമെന്ന ചിന്താഗതി, ഇവയെ നാം ത്യജിക്കണം. ഇവയൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ അടിയറ വച്ച പൗലോസ് അപ്പോസ്തലനെ പോലെ പറയുവാൻ കഴിയണം. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിലെ ക്രിസ്തുവാണെന്ന്. ഞാൻ എന്ന ഭാവത്തെ വെടിഞ്ഞ് ക്രിസ്തുവിൽ ആകുന്നതാണ് തന്നെത്താൻ ത്യജിക്കൽ എന്ന് പറയുന്നത്. പാപിയായ മനുഷ്യനും നീതിമാനായ ദൈവവും തമ്മിൽ സ്നേഹത്തിൽ ഉരുകിച്ചേരുന്നു. പാപിയായ മനുഷ്യനും നീതിമാനായ ദൈവവും തമ്മിൽ സ്നേഹത്തിൽ ഉരുകിച്ചേരുന്ന രംഗമാണ് ക്രൂശ് എന്ന് പറയുന്നത്. നമ്മുടെ പാപങ്ങളെക്കുറിച്ചുള്ള ഉള്ളുരുക്കത്തോടെ കർത്താവിൻ്റെ സ്നേഹാഗ്നിയിൽ വീണുരുകുന്നതാണ് ക്രൂശ് വഹനത്തിൻ്റെ പ്രഥമ പടിയെന്ന് പറയുന്നത്. കർത്താവിൻ്റെ ക്രൂശ് നാൾതോറും നാം വഹിക്കേണ്ടുന്നവരാണ്. നാം ജീവിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ ദുഷ്ടതയും അനീതിയും അധർമ്മവും പെരുകുമ്പോൾ ക്രൂശിലെ സ്നേഹം നാം ഓർക്കണം. ക്രൂശിലെ വഴി വിട്ട് നടക്കുവാൻ ഇടവരരുത്. സഭകളിൽ, സമൂഹത്തിൽ, ഭവനങ്ങളിൽ, ഔദ്യോഗിക മേഖലകളിൽ സത്യത്തിനും നീതിക്കും ദൈവഹിതത്തിനും ചേരാതെ വണ്ണം നാം കാണുമ്പോൾ ആരെയും പഴി പറയാതെ കർത്താവിൻ്റെ ക്രൂശ് വഹിച്ച് നാം നീങ്ങുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. കർത്താവിനെ അനുഗമിക്കുമ്പോൾ പഴിയും ദുഷിയും നിന്ദയും പരിഹാസങ്ങളും നമുക്കുണ്ടാകാം. നാഥന് മുൾമുടി നൽകിയ ലോകം നമുക്ക് പൂച്ചെണ്ടും പാരിതോഷങ്ങളും നൽകണമെന്ന് ഇല്ല. എന്നാൽ സഹനങ്ങളിൽ നാം ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ പങ്കാളികളാകുന്നു എന്ന് വിസ്മരിക്കരുത്. ആയതിനാൽ കർത്താവ് നമുക്ക് നൽകുന്ന ക്രൂശ് സന്തോഷത്തോടും വിനയത്തോടും സ്വീകരിക്കാം. കാരണം ക്രൂശ് എന്ന് പറയുന്നത് ഒരു വരമാണ്, സ്വർഗീയ പിതാവിൻ്റെ വരമാണ്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് കർത്താവ് നൽകുന്ന വരമാണ് ക്രൂശ് എന്ന് പറയുന്നത്. അതിനാൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല
അവന് വേണ്ടി കഷ്ടമനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഫിലിപ്പ്യാലേഖനം 1-29 ദൈവം നൽകിയ ഈ വരത്തിനായി ദൈവത്തിന് നന്ദി പറയാം. കാരണം ഈ വരം നമ്മെ നിത്യജീവൻ്റെ പ്രകാശത്തിലേക്ക് നയിക്കുന്നതാണ്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കാളിയാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അവനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിക്കുവാൻ ഇടവരും. 1 പത്രോസ് 4:13 ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com